നമസ്കാരം, ഞാൻ ലിജി വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 ക്രിയേറ്റേഴ്സിന്റെ ലിസ്റ്റിൽ വരുന്ന ഒരാളെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. അത് മറ്റാരുമല്ല, അതൊരു മലയാളി തന്നെയാണ്. നമ്മുടെ പേളി മാണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പേളിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. പേളിയുടെ സ്ഥാനം ടോപ്പ് 5 ക്രിയേറ്റേഴ്സിൽ എടുത്താൽ അതിലൊരാൾ പേളി തന്നെ ആയിരിക്കും. കാരണം പേളിയുടെ തന്നെ എല്ലാ വീഡിയോസും, അത് ഫാമിലി വ്ലോഗ് ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും മില്യൺ കണക്കിന് വ്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മില്യൺ കണക്കിന് വ്യൂസ് പോകുന്ന പല സെലിബ്രിറ്റീസും നമ്മുടെ ഇടയിലുണ്ട്. കൃഷ്ണകുമാറിന്റെ ഫാമിലി, അവരുടെ മഹാനയുടെ OCD ഒക്കെ വീഡിയോസ് ഒരുപാട് പോകാറുണ്ട്. പക്ഷെ അവരുടെയൊക്കെ തികച്ചും ഒരു ഫാമിലി വ്ലോഗ് മാത്രമാണ്. അതിനകത്ത് നമുക്ക് ഫാമിലി വ്ലോഗ് അല്ലാതെ, അല്ലെങ്കിൽ അവരുടെ സെയിലിന്റെ പ്രൊമോഷൻസ് അല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ പേളിയുടെ ഒരു ഇന്റർവ്യൂ കാണുവാണെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂവിൽ നമ്മളെ പിടിച്ചിരുത്താനുള്ള കഴിവ് പേളിക്കുണ്ട് എന്നുള്ളതാണ്. അത് പേളി നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആങ്കർ ആയിരുന്ന പേളി നമുക്കറിയാമായിരുന്നു. പക്ഷേ പേളി കൂടുതൽ ജനങ്ങളുടെ ഇടയിലേക്ക് സുപരിചിതയാകുന്ന ബിഗ് ബോസ് സീസൺ 1 വന്നതിന് ശേഷമാണ്. അവിടെ ശ്രീനിഷുമായിട്ടുള്ള പ്രണയവും അതിനുശേഷം അവരുടെ വിവാഹവും, പിന്നെ വിവാഹം കഴിഞ്ഞുണ്ടാകുന്ന ഓരോ പ്രഗ്നൻസിയും ഓരോ മക്കളുടേതും എല്ലാ കാര്യങ്ങളും വ്ലോഗ്സ് ഒക്കെ ചെയ്ത് വളരെ സുപരിചിതമായ ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു സ്റ്റാർഡം തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് JN ആയിട്ട് പേളി ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നാളെ പേളിയുടെ ഇന്റർവ്യൂവിനേക്കാളും ഒക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു ഇന്റർവ്യൂ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1.4 മില്യൺ വരെ ആ ഇന്റർവ്യൂ പോയിട്ടുണ്ട്. അപ്പൊ അത് വളരെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. Superstition that you still follow, sir. That's a superstition. அந்த மாதிரி கியூட்டா இருக்கணும், பயமா வரணும். கியூட்டான எனக்கு ஃப்ரெண்டு வந்து ஸ்கூல்ல ஏதோ சொன்னா, அப்பத்துல அதை ஃபாலோ பண்றேன். ஏதோ சண்டே ஆனா ரெட் கலர் ட்ரெஸ் பண்ணணும் அப்படின்னு சொல்லி அது கியூட்டா சார்? ஆமா. அன்னைக்கு ஷூட் இருந்தா என்ன பண்ணுவீங்க சார்? சண்டே ஷூட் இல்ல, உள்ள ஜெட். I'm brilliant, yeah. I'm brilliant. You can't ask this. ஏதோ ஒரு வழி பண்ணிருப்பேன், நீங்க புரிஞ்சுக்கணும். சார் தம்ப்நெயில் கேப்ஷன் கிடைச்சிருச்சு சார். பல கேப்ஷன் இருக்கு. ஓகே, உன் பேர் என்ன? நீ என்ன பண்ற? நான் இன்னும் என் பேர் சொல்லல. சொல்லு. சந்தோஷ். நல்லா இருக்கு. என் பேர் என்னன்னு கேளு. உன் பேர் என்ன? ஹாசினி. കാര്യം വളരെ കോമഡി ആയിട്ട് പേളി അത് അവതരിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്ന ജയൻ രവിയും അതേ ഒരു എന്താ പറയുക, അതേ ഒരു ലെവലിലേക്ക് വരുന്ന ഒരാളായതുകൊണ്ട് വളരെ തമാശപൂർവ്വം ഒരു സബ്ജക്റ്റിനെ ഇവർ അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന് അങ്ങനെ ഇതേ ഒരു ഇന്റർവ്യൂ മാത്രമല്ല, പല ഇന്റർവ്യൂസും പല നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പല സീരിയസ് കഥാപാത്രങ്ങളുമായിട്ടുള്ള പേളിയുടെ ഇന്റർവ്യൂസ് കണ്ടാൽ നമ്മൾ വിചാരിച്ചു ഇവർക്കുള്ളിൽ ഇത്രയും ഒരു കൊമേഡിയൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും അപ്പോൾ നമുക്ക് പേളിയുടെ കുറച്ച് ഇന്റർവ്യൂസുകളൊക്കെ ഒന്ന് കാണാം. ശ്രീനി സിനിമ കാണുമ്പോൾ ഞാൻ ശ്രീനി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങൾ അത് ശരിക്കും എൻജോയ് ചെയ്ത് ഞങ്ങൾ കാണും. എത്ര ടിക്കറ്റാ? 2 ടിക്കറ്റ്, T9 T8. ഞാനും ശ്രീനി. മക്കളെ കൂടെ നീ നോക്കൂ പിള്ളേരെ. ആരെങ്കിലും എനിക്ക് നീ നോക്കൂ അവരെ, ഞാൻ വൾട്ടി അവരെ അടിക്കും. അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ ഞാനും ശ്രീനി സിനിമ കാണുമ്പോൾ ഞാൻ ശ്രീനി മാത്രമേ ഇന്റർവ്യൂസിൽ മാത്രമല്ല കേട്ടോ, ഫാമിലി വ്ലോഗ് എടുത്ത് കഴിഞ്ഞാലും വളരെ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി പേളിക്ക് ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ള വളരെ ഒരു വലിയ കഴിവുള്ളത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഫാമിലി വ്ലോഗിനകത്തായാലും ശരി, ഏറ്റവുമായിട്ടുള്ള അവരുടെ ഫാമിലി വ്ലോഗിലായാലും, ഇനി അവരുടെ പേരൻസ് വന്നാൽ ഏത് തരത്തിലായാലും ഫാമിലി വ്ലോഗിലായാലും ഇന്റർവ്യൂലായാലും ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യാനുള്ള പേളിയുടെ കഴിവ് അപ്രീഷിയേറ്റബിൾ തന്നെയാണ്. ഇപ്പൊ ഈ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ സക്സസ് ആവുന്നതിനെ കുറിച്ച് പേളി പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. സക്സസ് ആവുന്നതിനെ കുറിച്ച് പേളി ഒരു പൊതുവേദിയിൽ പറയുന്നത് നമുക്ക് അതുകൂടി ഒന്ന് കണ്ടു നോക്കാമേ. அதுக்கப்புறம் அவங்களோட மூட் என்ன, அவங்களோட நான் ஓவரா ப்ரிப்பேர் பண்ணவே மாட்டேன். ஏன்னா ஓவரா ப்ரிப்பேர் பண்ணா என்னோட ஃப்ளோல தான் அந்த இன்டர்வியூ போகும். ஸோ யூஸ்வலி வாட் ஐ டூ இஸ் அவங்கள பத்தி கொஞ்சம் தெரிஞ்சிருப்பேன். அதுக்கப்புறம் அவங்களோட மூட் என்ன, அவங்களோட ஃபீல் என்ன, அவங்க என்ன சொல்றாங்க, அந்த அவங்களோட வைப்ல தான் அந்த இன்டர்வியூவே போகும். ஸோ எனி இன்டர்வியூ தட்ஸ் பின் அ சக்சஸ், அந்த கிரெடிட் அந்த கெஸ்ட்டுக்கு தான் போகணும்னு நான் நினைக்கிறேன். ஏன்னா அவங்களோட எனர்ஜி தான் நான் ரெസിപ്രോക്കേറ്റ് பண்றேன். അപ്പോൾ പേളി പറഞ്ഞ ഈ കാര്യം വളരെ കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാരണം. പേളി ഒരു ഇന്റർവ്യൂവിന് ഒരു ഗസ്റ്റ് വരുമ്പോൾ പേളി ഒരിക്കലും തന്റെ കംഫർട്ട് സോണിലേക്ക് ആ ഗസ്റ്റിനെ കൊണ്ടുവരാറില്ല. പേളി അവരുമായിട്ട് വളരെ ഒരുപാട് കാലത്തെ പഴക്കമുള്ളവരുടെ പോലെ ഇടാ പോടാന്നുള്ള വിളിച്ചുള്ള സംസാര രീതിയും വളരെ അവരെ കൂളിയാക്കുന്ന രീതിയിലേക്ക് വന്നതിന് ശേഷം അവരുടെ കംഫർട്ട് സോണിലേക്ക് പേളി ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് പേളി പൊതുവേദിയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഗസ്റ്റിന്റെ ഒരു കംഫർട്ട് സോണിലേക്ക് പേളി ഇറങ്ങിച്ചെന്ന് ആ ഇന്റർവ്യൂ വളരെ സക്സസും മനോഹരവും എന്റർടൈനിങ്ങും ആക്കാൻ പേളിക്ക് കഴിയുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസിലൊക്കെ നമ്മൾ കാണുന്ന ഇന്റർവ്യൂസിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് പേളിയുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയയിൽ കാണുന്ന ഇന്റർവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഗസ്റ്റിനെ കുറച്ച് ക്യാഷ് കൊടുത്ത് കൊണ്ടുവന്നിരുത്തുക, അവരുടെ അടുത്ത് വേണ്ടതും വേണ്ടാത്തതുമായ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിനവർ പ്രതികരിക്കുക. ഈ ഇന്റർവ്യൂസിന്റെ പ്രധാന ഭാഗങ്ങളെടുത്ത് ചെറിയ ചെറിയ കട്ടുകളാക്കി പ്രേക്ഷകരെ ആകാംക്ഷാഭരിതരാക്കുന്ന രീതിയിൽ ആ സെലിബ്രിറ്റിയുടെ എന്താ പറയുന്ന ഒരു മാനത്തിന് പോലും വില കൊടുക്കാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ കട്ടുകളായിട്ട് വീഡിയോ ഇടുക. പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും കുറെ റിയാക്ഷൻസും അങ്ങനെ ആ ഇന്റർവ്യൂ കൊണ്ട് ഒരാളെ തറപറ്റിക്കാൻ പറ്റുന്നിടത്തോളം തറപറ്റിക്കുക, അല്ലെങ്കിൽ അവരെ കുറച്ച് ഉയർത്താൻ പറ്റുന്നിടത്തോളം ഉയർത്തുന്നത് വളരെ
കുറവാണ്. നെഗറ്റീവാക്കി അതിനെ ഓൺലൈൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലിട്ട് കറക്കുകയാണ് സാധാരണ ഈ ഓൺലൈൻ മീഡിയാസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു പോസിറ്റീവായ രീതിയിൽ ആ ഇന്റർവ്യൂ പോവുക, ഇന്റർവ്യൂ കണ്ടിരിക്കാൻ, ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് പേളിയുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്കൊരു കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു വ്യക്തിയുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇടയിലേക്ക് അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണം. ഞാൻ 1K പോകാനായിട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന്റെ കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോ കണ്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. 1K എത്താൻ വേണ്ടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.